നമസ്കാരം. ഇന്ത്യയെ തെറിവിളിക്കുന്ന ട്രംപിനെ പൂട്ടിക്കെട്ടിച്ച് ഇന്ത്യ. ആഗോള വ്യാപാര രംഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുടരുന്ന വിചിത്രമായ ഇരട്ടത്താപ്പ് നയം ഒരിക്കൽ കൂടി പരസ്യമാവുകയാണ്. ഇന്ത്യയെ തെറിവിളിക്കുന്ന ട്രംപ് എന്നിട്ട് മോദിയെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴും നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുവാൻ ട്രംപ് മറക്കുന്നില്ല എന്നതാണ്. ഒരേ സമയം ഇന്ത്യയുടെ നികുതി നയങ്ങളെ പരസ്യമായി തെറിവിളിക്കുകയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും അധിക നികുതികളും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക, തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം മുൻനിർത്തി ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറിലെത്തുമെന്ന് പ്രഖ്യാപിക്കുക, ഇതാണ് ട്രംപിന്റെ ഒരു പുതിയ ശൈലി. ഭീഷണിയും സൗഹൃദവും ഒരേ സമയം ആയുധമാക്കുന്ന ട്രംപിന്റെ ഈ തന്ത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വൻതോതിൽ നികുതി ചുമത്തി വർഷങ്ങളായി യുഎസിനെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നാണ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർ നമുക്കുമേൽ വൻ നികുതി ചുമത്തി, പകരം ഒന്നും തന്നതുമില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെ വിദേശ വ്യാപാര നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴും നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുവാൻ ട്രംപ് മറക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കരാറിലെത്തും, കാരണം നിങ്ങളുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക്, അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ട്രംപ് പറഞ്ഞു വെക്കും. അദ്ദേഹം എന്റെ നല്ലൊരു സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ നല്ല കെട്ടുറപ്പിലാണ് എന്നൊക്കെ ട്രംപ് കൂട്ടിച്ചേർക്കുമ്പോഴും ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയം എന്താണ് എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാകും. ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ പുതിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുവാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ പരസ്യ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. നിർബന്ധിത തൊഴിൽ ചൂഷണം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 12.5% അധിക നികുതി ചുമത്തുവാനാണ് US ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ശുപാർശ. അമേരിക്കൻ പ്രതിനിധി സംഘം ഡൽഹിയിൽ താൽക്കാലിക വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടത്തുന്ന വേളയിൽ അപ്പോൾ തന്നെയാണ് പുറകിൽ നിന്നുള്ള ഈ പുതിയ നികുതി പ്രഹരം എന്നത് ഇന്ത്യയെ അമ്പരപ്പിക്കുകയാണ്. ട്രംപിന്റെ ഈ ചൂടും തണുപ്പും കലർന്ന സമീപനം കേവലം ഒരു സൗഹൃദ പ്രകടനമല്ല, മറിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി സ്വന്തം വ്യവസ്ഥകൾ അംഗീകരിപ്പിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ബിസിനസ് തന്ത്രമാണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുകയാണ്. മുൻപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ചുമത്തിയ ട്രംപ് നയം US സുപ്രീം കോടതി നിയമവിരുദ്ധം എന്ന് കണ്ടു റദ്ദാക്കിയിരുന്നു. തുടർന്ന് നികുതി 10% കുറയ്ക്കുവാൻ അമേരിക്ക നിർബന്ധിതരായി. ഇതിന് പകരമായിട്ട് ഊർജം, വിമാനങ്ങൾ, സാങ്കേതിക വിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏകദേശം $500 കോടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് ഇന്ത്യക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഈടാക്കിയിട്ടും വീണ്ടും പുതിയ നികുതി ഭീഷണികൾ ഉയർത്തുന്നത് ട്രംപിന്റെ കടുത്ത അമേരിക്കൻ ദേശീയതാവാദത്തിന്റെ ഭാഗമാണ് എന്നതാണ്. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്കിടയിലും നയതന്ത്ര തലത്തിലും ഉണ്ടാകാനിടയുള്ള അമർഷം തണുപ്പിക്കുവാനാണ് മോദി എന്റെ ചങ്ങാതിയാണ് എന്ന കാർഡുമായിട്ട് ട്രംപ് എപ്പോഴും രംഗത്തെത്തുന്നത്. അപ്പോൾ ഈ പരസ്യമായിട്ടുള്ള പുകഴ്ത്തലുകൾ അതുവഴി ഇന്ത്യയുമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴാതെ കാക്കാനും അതേസമയം വ്യാപാര മേഖലയിൽ ഇന്ത്യയെ പരമാവധി പിഴിഞ്ഞെടുക്കുവാനും ട്രംപിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയ നികുതി നിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല എന്നും ചർച്ചകൾ തുടരുകയാണ് എന്നുമാണ് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. എങ്കിലും വ്യക്തിപരമായ സൗഹൃദങ്ങൾക്കപ്പുറം കടുത്ത സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള ട്രംപിന്റെ നയത്തോട് ഇന്ത്യ എത്രത്തോളം വഴങ്ങുമെന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ നിർണായകമാവുകയും ചെയ്യും. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യയെ ഒരേ സമയം തെറിവിളിക്കുകയും മോദിയെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്ന ട്രംപ് എന്ന് പറയപ്പെടുന്ന ഇരട്ടത്താപ്പനെ പൂട്ടിക്കെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ.